ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നവർക്ക് 25 രൂപ ഒരു ദിവസം കൊടുക്കാൻ തീരുമാനിച്ചു. തൊഴിലുറപ്പ് പ്രശ്നത്തിൽ കേരള ഗവൺമെന്റ് തന്നെ 1000 കോടി രൂപ തൊഴിലുറപ്പ് മേഖലയിലെ സുരക്ഷിതത്വത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് തകർക്കുന്നതിന് വേണ്ടിയുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അവർ ആ സമീപനത്തിന്റെ ഭാഗമാണ് തൊഴിലുറപ്പിന് വേണ്ടി ചെലവഴിക്കുന്ന തുകയുടെ 60% കേന്ദ്രവും 40% സ്റ്റേറ്റും നൽകണം എന്ന നിലപാട് മുന്നോട്ട് വെച്ചത്. ഇവിടെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ച നിർദ്ദേശം 125 ദിവസം തൊഴിൽ കൊടുക്കുമെന്നാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ഡിമാൻഡ് ഒരു വർഷത്തിൽ 200 ദിവസം തൊഴിൽ വേണം. ഒരു തൊഴിലിന് 600 രൂപ കൂലി കിട്ടണം. എങ്ങനെ സാധ്യമാകുന്നത്? കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ സമീപനമാണെങ്കിൽ കഴിയില്ല. അപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കത്തക്ക നിലയിലുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നത്. 125 ദിവസം തൊഴിൽ കൊടുക്കുമെന്ന് പറയുമ്പോൾ അതിന് സഹായകരമായ ഫണ്ട് വിഹിതം ഈ ബഡ്ജറ്റിൽ തുക വർദ്ധിപ്പിക്കുന്നില്ല. ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റിൽ തുക വർദ്ധിപ്പിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് അനുസൃതമായ തുക കേന്ദ്ര ഗവൺമെന്റ് കൂടി വർദ്ധിപ്പിച്ച് നൽകിയെങ്കിലേ ഇത് ശരിയായ നിലയിലാണ് ഈ പ്രശ്നത്തെ സമീപിക്കുന്നത് എന്നുള്ളിടത്തിലേക്ക് നമുക്ക് എത്താൻ ചെയ്യുള്ളൂ. അത്തരം പ്രശ്നങ്ങളൊന്നും അവർ സ്വീകരിക്കുന്നില്ല. അപ്പൊ ഇത്തരമൊരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ആ അന്തരീക്ഷം നിലനിൽക്കുന്ന സമയത്തുള്ള ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എത്ര പ്രശ്നങ്ങളിലാണ് അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. അദ്ദേഹമാണ് പറഞ്ഞത്, ഇവിടെ അടുത്ത അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വനവാസത്തിൽ പോകും. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകൻ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നത് അധികാരത്തിന് വേണ്ടിയല്ല. അധികാരം കിട്ടിയാൽ അത് ഉപയോഗിക്കണം. എങ്ങനെ അവർക്ക് ജനങ്ങളോട് നീതി പുലർത്താൻ സാധിക്കും? ഞാൻ നിയമസഭയിൽ പറഞ്ഞു, ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറയേണ്ടായി, ഈ വനവാസത്തിന് പോവുക എന്ന നിലപാട് തന്നെ ജനവിരുദ്ധമാണ്. ജനങ്ങളോട് നീതി പുലർത്തുന്ന സമീപനമല്ല. ഇനി വനവാസത്തിന് പോകാനാണ് തീരുമാനമുണ്ടെങ്കിൽ മുൻകൂട്ടി തന്നെ കേരളത്തിലെ വനം വകുപ്പിനെ അറിയിക്കണം, ആവശ്യമായ രക്ഷാ നടപടികൾ സ്വീകരിക്കാൻ എന്നുള്ള പ്രശ്നം ഞാൻ നിയമസഭയിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് കടുത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും ആരോപണങ്ങൾ ഉന്നയിക്കാനും അടിസ്ഥാനരഹിതമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ആ നിലപാടിനെ തിരിച്ചറിഞ്ഞ് ശരിയായ സമീപനം സ്വീകരിക്കും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്.